ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു സിനിമ എക്സ്പ്ലെയിനർ. ഇന്ന് നമ്മൾ 2026 പുറത്തിറങ്ങിയ യൂഫോറിയ എന്ന തെലുങ്ക് സിനിമയെ കുറിച്ചിട്ടാണ് നോക്കാൻ പോകുന്നത്. സിനിമയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ വീഡിയോ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് അമർത്തിയാൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോസ് നിങ്ങൾക്കരയിലേക്ക് ഉടനെ തന്നെ എത്തുന്നതായിരിക്കും. സോ നമുക്ക് ഒട്ടും സമയം കളയാതെ തന്നെ സിനിമയിലേക്ക് കടക്കാം. ഈ കഥയുടെ തുടക്കത്തിൽ തന്നെ ഒരു കോടതിയാണ് കാണിക്കുന്നത്. കോടതിയിലുള്ള ഒരു ജഡ്ജിയെ കാണിക്കുന്നു. ഒരു വക്കീൽ ജഡ്ജിയോട് നമ്മുടെ കോടതിയിൽ വളരെ വ്യത്യസ്തമായ ഒരു കേസ് വന്നിട്ടുണ്ട് എന്ന് പറയുന്നു. എന്താണ് കേസ് എന്ന് ചോദിക്കുമ്പോൾ ഇവിടെ ഒരു പ്രിൻസിപ്പൽ മാഡം ഉണ്ട്. അവർ വികാസ് എന്ന പയ്യന്റെ അമ്മയാണ്. വികാസിനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടാവുമല്ലോ. ഇപ്പോൾ ആ കേസിലെ കുറ്റവാളി ഞാനാണ്, എന്നെ അറസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞ് അവർ കീഴടങ്ങാൻ വന്നിരിക്കുകയാണ്. ഇതുവരെ ഇങ്ങനൊരു കേസ് നമ്മുടെ കോടതിയിൽ വന്നിട്ടില്ല, ഞങ്ങൾക്കും ഒന്നും മനസ്സിലാവുന്നില്ല എന്ന് പറയുന്നു. അപ്പോഴാണ് ആ സ്ഥാനത്ത് നമ്മുടെ സിനിമയിലെ നായികയായ വിന്ധ്യ എന്ന ലേഡിയെ കാണിക്കുന്നത്. അവർ വളരെ പരിഭ്രാന്തിയോടെ കോടതിയിലേക്ക് വരുന്നു. ചുറ്റും പ്രസ്സും മീഡിയയും അവരോട് ചോദ്യങ്ങൾ ചോദിക്കുന്നു. അപ്പോഴാണ് ശരിക്കും അവർ ആരാണെന്നും അവരുടെ മകന്റെ വ്യത്യസ്തമായ കേസ് എന്താണെന്നുള്ള കാര്യങ്ങൾ കാണിക്കുന്നത്. കുറച്ചു വർഷങ്ങൾക്ക് മുമ്പ് വികാസ് പബ്ലിക് സ്കൂൾ എന്നൊരു സ്കൂളിനെ കാണിക്കുന്നു. ആ സ്കൂളിൽ പഠിക്കുന്ന വിദ്യാർത്ഥിയാണ് ഈ സിനിമയിലെ നായകനായ വികാസ്. വികാസിന്റെ അമ്മയാണ് ഇപ്പോൾ ആ സ്കൂളിലെ പ്രിൻസിപ്പളും ഉടമയും എല്ലാം. വികാസിന്റെ അച്ഛനാകട്ടെ ഒരു വലിയ ബിസിനസ്സുകാരനും പണക്കാരനുമാണ്. സ്വന്തമായി കാറും ബംഗ്ലാവും ഒക്കെ ഉണ്ട്. നമ്മുടെ വികാസ് എപ്പോഴും അവൻ്റെതായ ഒരു സുഹൃത്ത് വലയത്തിലായിരിക്കും നടക്കുന്നത്. അതിൽ ഒരു 5 പേരുണ്ട്. നേരത്തെ പറഞ്ഞതുപോലെ വികാസ് ഒരു പണക്കാരനായതുകൊണ്ട് അവന് സ്വന്തമായി കാറൊക്കെ വാങ്ങിക്കൊടുത്തിട്ടുണ്ട്, ബൈക്കും വാങ്ങിക്കൊടുത്തിട്ടുണ്ട്. ദിവസവും സ്കൂളിലേക്ക് ബൈക്കിലും കാറിലുമാണ് അവൻ വരുന്നത്. രാത്രികളിൽ ഒരുപാട് പാർട്ടികളിൽ പോയി പങ്കെടുക്കും. പ്രധാനമായിട്ടും അവന് ഒരുപാട് ദുശീലങ്ങളുണ്ട്. അതെല്ലാം കൂട്ടുകാർ ഒന്നിച്ചു ചേർന്നാണ് ചെയ്യുന്നത്. ഇതൊരു വശത്ത് നിൽക്കുമ്പോൾ മറുവശത്ത് ചിത്ര എന്ന നമ്മുടെ സെക്കൻഡ് ഹീറോയിനെ കാണിക്കുന്നു. അവളിപ്പോൾ 12ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. വളരെ നന്നായി പഠിക്കും. രാവിലെ 5 മണിക്കൊക്കെ എഴുന്നേറ്റ് കുറച്ചു നേരം പഠിച്ചിട്ട് 6 മണിക്ക് ചിത്ര തൻ്റെ അച്ഛനെയും അമ്മയും വിളിച്ചുണർത്തും. ചിത്രയുടെ അച്ഛനും അമ്മയും ഒരു ദിവസമെങ്കിലും നിനക്ക് മുമ്പേ എഴുന്നേൽക്കണമെന്ന് ഞങ്ങൾ വിചാരിക്കും, പക്ഷെ നീ ദിവസവും ഞങ്ങളെ എഴുന്നേൽപ്പിച്ച് കോഫി വരെ ഇട്ടുതരുന്നു. ഇങ്ങനൊരു മകളെ കിട്ടാൻ ഞങ്ങൾ ഭാഗ്യം ചെയ്തിരിക്കണം എന്നൊക്കെ പറഞ്ഞ് അവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് കൂടാതെ ചിത്രയ്ക്ക് ഒരു അനിയനുണ്ട്. എപ്പോൾ നോക്കിയാലും ആ അനിയനുമായി അവൾ വഴക്കിട്ടുകൊണ്ടിരിക്കും. രാവിലെ ഇവരെല്ലാവരും ഡൈനിങ് ടേബിളിലിരുന്ന് ഒരു കുടുംബമായി ഒന്നിച്ചാണ് ഭക്ഷണം കഴിക്കുന്നത്. അങ്ങനെ ഇരിക്കുകയാണ് ചിത്രയ്ക്ക് അവളുടെ ഫ്രണ്ട് വാട്സാപ്പിൽ ഒരു പാർട്ടിയെ കുറിച്ച് മെസ്സേജ് അയക്കുന്നത്. ഇന്ന് ഈ പാർട്ടിക്ക് പോവാം, ഇത് നൈറ്റ് പാർട്ടി അല്ല, പകൽ നടക്കുന്ന പാർട്ടിയാണ്, ഇതിനെങ്കിലും ഒന്ന് പങ്കെടുത്തൂടെ എന്ന് ചോദിക്കുമ്പോൾ എനിക്ക് വരാൻ പറ്റില്ലടി എന്ന് ചിത്ര പറയുന്നു. വേണ്ട, നിന്റെ അച്ഛനോടും അമ്മയോടും ഞാൻ തന്നെ പെർമിഷൻ ചോദിക്കുക എന്ന് പറഞ്ഞ് ഫോൺ ലൗഡ് സ്പീക്കറിലിടാൻ കൂട്ടുകാരി പറയുന്നു. ചിത്ര ലൗഡ് സ്പീക്കറിലിടുമ്പോൾ അങ്കിൾ ഒരു വട്ടം ആളെ വിടാമോ അങ്കിൾ, ഫെയർവെൽ ഡേ ഒക്കെ വരാൻ പോവാണ്, പകൽ 1 മണിക്കാണ് പാർട്ടി തുടങ്ങുന്നത്, രാത്രി ഒരു 8 or 9 മണിക്ക് വന്ന് നിങ്ങൾക്ക് നിങ്ങളുടെ മകളെ കൂട്ടിക്കൊണ്ടു പോവാം, നിങ്ങൾ തന്നെ ഡ്രോപ്പ് ചെയ്ത് നിങ്ങൾ എന്നെ കൂട്ടിക്കൊണ്ടു പോക്കോ, ഞങ്ങൾ പോയിട്ട് ഫോൺ ചെയ്യാം അങ്കിൾ പ്ലീസ് എന്ന് ചോദിക്കുന്നു. അതിനെന്താ, ധൈര്യമായിട്ട് കൊണ്ടുപോക്കോ, ഞാൻ തന്നെ വന്ന് ഡ്രോപ്പ് ചെയ്യാം എന്ന് പറഞ്ഞ് വീട്ടുകാർ സമ്മതിക്കുന്നു. അങ്ങനെ നമ്മുടെ ചിത്രയെ അവളുടെ അച്ഛൻ ആ പാർട്ടി നടക്കുന്ന സ്ഥലത്ത് കൊണ്ടുപോയി ഡ്രോപ്പ് ചെയ്യുന്നു. അവിടെ ചിത്ര അവളുടെ കൂട്ടുകാരിയെ കണ്ട് രസമായി ഡാൻസ് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ചിത്രയ്ക്ക് യാതൊരു ദുശീലങ്ങളും ഇല്ല. സുന്ദരിയായ ഈ ചിത്രയെ നേരത്തെ പറഞ്ഞ വികാസ് അവിടെ വെച്ച് കാണുന്നു. എത്ര സുന്ദരിയായ കുട്ടിയാണെന്ന് പറഞ്ഞ് വികാസ് ചിത്രയുടെ അടുത്ത് വന്ന് സംസാരിക്കുന്നു. നിന്റെ ചുണ്ടിന് താഴെ എന്താ, എന്തെങ്കിലും കറയുണ്ടോ എന്ന് പറഞ്ഞ് അത് തുടയ്ക്കാൻ വരുമ്പോൾ അയ്യോ അതെന്റെ മറുകാണ് എന്ന് പറഞ്ഞ് ചിരിച്ചുകൊണ്ട് ചിത്ര മാറുന്നു. കുറച്ചു കഴിഞ്ഞപ്പോൾ തന്നെ വികാസ് തന്റെ 5 കൂട്ടുകാരെയും ചിത്രയ്ക്കും അവളുടെ ഫ്രണ്ടിനും പരിചയപ്പെടുത്തി കൊടുക്കുന്നു. നിങ്ങൾ ഏത് തരത്തിലുള്ള പാട്ടുകളാണ് കേൾക്കാറ്, ആ പാട്ട് പറയാൻ ഞാനിവിടെ പ്ലേ ചെയ്യാം എന്ന് വികാസ് പറയുന്നു. എനിക്ക് ഭക്തി ഗാനങ്ങളാണ് വളരെ ഇഷ്ടം എന്ന് പറഞ്ഞ നായിക അവനെ കളിയാക്കുന്നു. ഉടനെ അവിടെ ഒരു ഭക്തി ഗാനം വെച്ച് അവർ ആ പാർട്ടിയിൽ ഡാൻസ് കളിക്കാൻ തുടങ്ങുന്നു. അങ്ങനെ ഒരുവിധം ആ പാർട്ടി കഴിയാണ്. നായിക അവളുടെ അച്ഛനോടൊപ്പമാണ് പാർട്ടിയിൽ നിന്ന് വീട്ടിലേക്ക് വരുന്നത്. പക്ഷേ വീട്ടിലേക്ക് വരുമ്പോൾ അവളുടെ മുഖത്ത് വല്ലാത്തൊരു ക്ഷീണവും ഭയവും മയക്കവും ഒക്കെ ഉണ്ടായിരുന്നു. ആ മയക്കത്തോടെ തന്നെ അമ്മയോടും അനിയനോടും പോലും ശരിക്കും സംസാരിക്കാതെ അവൾ മുകളിലുള്ള അവളുടെ റൂമിലേക്ക് പോവാണ്. എന്ത് പറ്റി, ഇവളെന്താ ഇങ്ങനെ പോകുന്നത് എന്ന് ചിത്രയുടെ അമ്മ ചോദിക്കുമ്പോൾ അച്ഛനും അറിയില്ല, നല്ല ക്ഷീണം കാണും, അവളെ ഫ്രീ ആയി വിട്ടേക്ക് എന്ന് പറയുന്നു. ഇപ്പോൾ ചിത്ര ബാത്റൂമിലിരുന്ന് പൊട്ടിക്കരയാണ്. വളരെ തളർന്ന് തന്റെ റൂമിൽ വന്ന് കിടക്കുന്നു. അപ്പോഴാണ് ചിത്രയ്ക്ക് അവളുടെ കൂട്ടുകാരുടെ ഫോൺ കോൾ വരുന്നത്. എടി, ആ പയ്യന്മാർ ആ വീഡിയോ ഇൻസ്റ്റാഗ്രാമിൽ ഇട്ടൂടി, ഇനി എന്താ ചെയ്യുക എന്ന് അവൾ ചോദിക്കുകയാണ്. ചിത്ര ഫോൺ തുറന്നു നോക്കുമ്പോൾ ആ 5 പയ്യന്മാരും ചേർന്ന് ചിത്രയെ ഒരു കാറിൽ കയറ്റിക്കൊണ്ടുപോയി അവളോട് മോശമായി പെരുമാറുന്ന വീഡിയോ എടുത്ത് അവർ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് കണ്ട് നമ്മുടെ ചിത്ര പൊട്ടിക്കരഞ്ഞു പോവാണ്. അതേസമയം തന്നെ ഇവിടെ വികാസിനെ കാണിക്കുന്നു. വികാസും ഭയങ്കര ടെൻഷനിലാണ്. തന്റെ ഫ്രണ്ട്സായ 4 പേരെയും അവൻ തല്ലിച്ചതയ്ക്കുകയാണ്. എടാ ഭ്രാന്തമാരെ, നമ്മൾ പോയി എൻജോയ് ചെയ്തോ വന്നോ ഇരിക്കണം, എന്തിനാടാ അത് വീഡിയോ എടുത്ത് ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തത് എന്നവൻ ചോദിക്കുകയാണ്. എടാളിയ, ഞാൻ ചുമ്മാ ജസ്റ്റ് ഫണ്ണിന് വേണ്ടി പോസ്റ്റ് ചെയ്തതാണ്, അത് ഉടനെ ഡിലീറ്റ് ആക്കി കളഞ്ഞു, ആരും കണ്ടിട്ടുണ്ടാവില്ല, കൂളായിട്ടിരിക്കെ എന്നവർ പറയുന്നു. എടാ പൊട്ട, ഒരുപക്ഷെ ആ കുട്ടി അത് കണ്ടിരുന്നെങ്കിൽ, അവൾ പേടിച്ച് പോലീസിൽ കംപ്ലൈന്റ് ചെയ്തിരുന്നെങ്കിൽ നമ്മുടെ ജീവിതം തന്നെ പോയേനെ, എന്തിനാണ് നിങ്ങൾ ഇതൊക്കെ ചെയ്യുന്നത്, ഇതൊക്കെ വേണ്ടാത്ത പണിയാടാ എന്ന് പറഞ്ഞ് അവർ 5 പേരും സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ നമ്മുടെ നായികയുടെ വീട്ടിൽ എന്താ ഇത്ര നേരമായിട്ടും നമ്മുടെ മോൾ ചിത്ര ഭക്ഷണം കഴിക്കാൻ വരാത്തത് എന്ന് അച്ഛനും അമ്മയും ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് ചിത്ര വളരെ ക്ഷീണിതയായി ഡിന്നർ കഴിക്കാൻ താഴേക്ക് വരുന്നത്.
വരുമ്പോൾ തന്നെ അവൾ വളരെ തളർന്നിരിക്കുന്നത് അവർ കാണുന്നുണ്ട്. മോൾക്ക് വല്ലാത്ത ക്ഷീണമുണ്ടല്ലോ എന്ന് പറഞ്ഞ് എന്ത് പറ്റി മോളെ എന്ന് ചോദിച്ച് അച്ഛൻ അവളുടെ അടുത്തേക്ക് കൈ വെക്കാൻ വരുമ്പോൾ ഉടനെ അച്ഛൻ്റെ കൈ തടഞ്ഞു നിർത്തിയിട്ട് എന്നെ തൊടരുത്, മാറി നിൽക്ക് എന്ന് ചിത്ര ഒച്ച വയ്ക്കുകയാണ്. അനിയൻ എന്ത് പറ്റി ചേച്ചി എന്ന് ചോദിച്ചു വരുമ്പോൾ മാറിപ്പോടാ എന്ന് പറഞ്ഞ് ഒച്ച വെച്ച് അവൾ അമ്മയെ പോയി കെട്ടിപ്പിടിക്കുന്നു. എന്ത് പറ്റി മോളെ, എന്താ ഇങ്ങനെ ഇരിക്കുന്നത്, സത്യം പറ, പാർട്ടിയിൽ എന്താ നടന്നത് എന്ന് അമ്മ ചോദിക്കുമ്പോൾ ചിത്ര അവിടെ ഇരുന്ന് പൊട്ടിക്കരയുന്നു. അമ്മേ, പാർട്ടി രാത്രി 7-8 മണിക്ക് കഴിയൂ എന്നാണ് പറഞ്ഞത്. പക്ഷെ 4 മണിക്ക് തന്നെ പാർട്ടി കഴിഞ്ഞു. ഞാൻ എൻ്റെ ഫ്രണ്ടും ഒത്ത് അവിടെ നിന്നും ഇറങ്ങാൻ നേരം ഞാൻ ആ പാർട്ടിയിൽ വെച്ച് കണ്ട് സംസാരിച്ച 5 പയ്യന്മാരും വികാസും വന്നു അമ്മേ. അവരൊരു കാറിൽ വന്നിട്ട് നിന്റെ അച്ഛൻ വരാൻ താമസിക്കും, എൻ്റെ കൂടെ വരുന്നോ എന്ന് ചോദിച്ചു എന്ന് പറഞ്ഞ് അവൾ ആ സംഭവം വിവരിക്കുന്നു. ഇല്ല, ഞാൻ വരുന്നില്ല, എൻ്റെ അച്ഛനെ വിളിച്ചാൽ അച്ഛൻ വരും എന്ന് നായിക അവരോട് പറഞ്ഞു. ഞങ്ങളെല്ലാവരും കൂടെ തൊട്ടടുത്തുള്ള ഒരു ബേക്കറിയിലേക്കാണ് പോകുന്നത്. അവിടെ പോയി നമുക്ക് പഫ്സും കേക്കും എന്തെങ്കിലും കഴിച്ചുകൊണ്ടിരിക്കാം. അപ്പോൾ നിന്റെ അച്ഛനെ വിളിച്ചാൽ അദ്ദേഹം വരും. ഇല്ലെങ്കിൽ പോകുന്ന വഴിക്ക് ഞങ്ങൾ തന്നെ നിന്നെ വീട്ടിൽ ഡ്രോപ്പ് ചെയ്യാം എന്നവർ പറഞ്ഞു. നീ നന്നായി പഠിക്കുന്ന കുട്ടിയല്ലേ, വലിയ ആളല്ലേ, ഞങ്ങളുടെ കൂടെയൊക്കെ വരാൻ മടിക്കില്ല എന്നാണ് വിചാരിച്ചത്. നീ അത് പേടിക്കുകയാണോ എന്നൊക്കെ അവർ ചോദിച്ചു. അത് കേട്ടപ്പോൾ ചിത്രയും ഞാനൊന്നും പേടിച്ചില്ല, ഞാൻ വരാം എന്ന് പറഞ്ഞ ആ പയ്യന്മാരുടെ കാറിൽ കയറി. അങ്ങനെ അവരെല്ലാവരും ആ ബേക്കറിയിൽ വരുന്നു. ആ ബേക്കറിയിൽ നിന്ന് വികാസും കൂട്ടുകാരും ഒരു കേക്ക് വാങ്ങുന്നു. അതൊരു സ്പെഷ്യൽ കേക്കായിരുന്നു. ഇപ്പോൾ അവർ വന്നിരുന്ന ആ റെഡ് കളർ കാറിൽ നിന്നും ഒരു വലിയ കാറിലേക്ക് അവരെല്ലാവരും മാറിക്കയറാൻ പോകുന്നു. ചിത്ര സംശയത്തോടെ നോക്കാണ്. എന്തിനാ കാറ് മാറുന്നത് എന്ന് ചോദിച്ചതിന് അതിൽ സ്ഥലം തികയുന്നില്ല, ഇതിലാവുമ്പോൾ കുറച്ചുകൂടി ഫ്രീ ആയി പോവാം എന്നൊക്കെ പറഞ്ഞ് അവരവളെ സമാധാനിപ്പിച്ച് ആ കാറിൽ കയറ്റി ആ കേക്ക് അവൾക്ക് കൊടുക്കുന്നു. അത് കഴിച്ച് ചിത്രയ്ക്ക് വല്ലാത്തൊരു മയക്കം വരുന്നുണ്ട്. ഉടനെ വികാസ് ചിത്രയോട് വളരെ മോശമായി പെരുമാറുന്നു. ചിത്ര ഇതൊന്നും വേണ്ട എന്ന് എങ്ങനെയൊക്കെയോ പറഞ്ഞിട്ടും സഹായം ചോദിച്ച് ഭയങ്കരമായി കരഞ്ഞിട്ടും ആ പയ്യന്മാർ അതൊന്നും കേൾക്കാതെ നേരെ അവിടെ അടുത്തുള്ള ഇടവഴിയിലേക്ക് ചിത്രയെ കൊണ്ടുപോയി 5 പേരും ചേർന്ന് അവളോട് ക്രൂരമായി പെരുമാറി. അതിനുശേഷം അവളെ കൊണ്ടുവന്ന് ഒരു 7 മണിയോടെ ആ പാർട്ടി നടന്ന സ്ഥലത്ത് ഉപേക്ഷിച്ചിട്ട് പോയി. അതുകൊണ്ടാണ് ചിത്ര ഇങ്ങനെ തകർന്നു പോയതെന്ന് അവൾ അവരോട് പറയുന്നു. ഇത് കേട്ട അമ്മ പൊട്ടിക്കരയാണ്. പുറത്തു വന്ന് തന്റെ ഭർത്താവിനോട് അവർ നമ്മുടെ മോളോട് എന്താ ചെയ്തതെന്ന് അറിയാമോ, 5 പേരും മൃഗങ്ങളാണ്, മനുഷ്യന്മാരല്ല എന്ന് പറയുമ്പോൾ ആ കുടുംബം തന്നെ തകർന്നു പോവാണ്. ഇനി ഇത് സഹിക്കാൻ വയ്യ, എത്രയും പെട്ടെന്ന് നമ്മുടെ മോളെയും കൂട്ടി ആശുപത്രിയിൽ പോയി എന്താ സംഭവിച്ചതെന്ന് നോക്കാം എന്ന് പറഞ്ഞ് അവരവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് ചിത്ര പുറത്തു വരുന്നത്. എന്തിനാ ആശുപത്രിയിൽ പോകുന്നത്, ആദ്യം പോലീസ് സ്റ്റേഷനിലേക്ക് പോവാം എന്ന് അവൾ പറയുന്നു. എന്താ മോളെ നീ പറയുന്നത്, ഇത് പുറത്തിറങ്ങിയാൽ നമ്മുടെ കുടുംബത്തിനല്ലേ നാണക്കേട് എന്ന് അച്ഛൻ പറയുമ്പോൾ, അച്ഛാ എന്ത് നാണക്കേട്, തെറ്റ് ചെയ്തവർ അവിടെ സുഖമായി ഇരിക്കുകയായിരിക്കും, ഇവിടെ നമ്മളാണോ കരയേണ്ടത്, അവര് കരയണം, അവര് കഷ്ടപ്പെടണം, നമ്മൾ പോലീസ് സ്റ്റേഷനിൽ തന്നെ പോകും എന്ന് പറഞ്ഞ് അവരവിടെ നിന്ന് പോലീസ് സ്റ്റേഷനിലേക്ക് പോകുന്നതാണ് കാണിക്കുന്നത്. അവിടെ ഒരു ഇൻസ്പെക്ടർ ഉണ്ട്. അദ്ദേഹത്തോടും അച്ഛനും അമ്മയും ആ വിവരം പറയുന്നു. ചിത്ര, നീ നിന്റെ വായ കൊണ്ട് തന്നെ നടന്നൊക്കെ പറയണം എന്ന് ഇൻസ്പെക്ടർ ചോദിക്കുമ്പോൾ ചിത്രയ്ക്ക് ആ ഇൻസ്പെക്ടറോട് അതൊന്നും പറയാൻ കഴിയുന്നില്ല. അവൾ ഒരുമാതിരി കരഞ്ഞ് തകർന്ന് നിൽക്കുകയാണ്. അത് മനസ്സിലാക്കി ഇൻസ്പെക്ടറും, ഓക്കെ മോളെ, എനിക്ക് മനസ്സിലാവുന്നുണ്ട്, നീ എന്നോട് ഇതൊന്നും സംസാരിക്കേണ്ട, ഇതിനെക്കുറിച്ച് അന്വേഷിക്കാൻ തന്നെ ഒരു സ്പെഷ്യൽ ബ്രാഞ്ച് ഉണ്ട്, ഞാൻ നിന്നെ അവിടേക്ക് വിടാം എന്ന് പറഞ്ഞ് ഇത്തരം കേസുകൾ കൈകാര്യം ചെയ്യുന്നവരിടത്തേക്ക് അവരെ അയക്കുന്നു. അവിടെ പൂർണ്ണ എന്ന് പറയുന്ന ഒരു വനിതാ പോലീസ് ഉണ്ട്. അവരും ഈ വിവരം കേട്ട് ഞെട്ടുന്നു. ഇപ്പോൾ ചിത്രയെ കുറച്ചൊന്ന് കംഫർട്ടബിൾ ആക്കാൻ ജ്യൂസും ഭക്ഷണമൊക്കെ കൊടുത്ത് അവിടെ ഇരുത്തുന്നു. ചിത്രയുടെ അച്ഛനെയും അമ്മയും പുറത്തു നിൽക്കാൻ പറഞ്ഞിട്ട് ഇപ്പോൾ ചിത്രയോട് ചോദിക്കുന്നു, നിനക്ക് എന്നോട് വളരെ ഫ്രണ്ട്ലി ആയി സംസാരിക്കാം മോളെ, നീ എന്താ നടന്നത് എന്നുള്ള എല്ലാ സത്യങ്ങളും പറഞ്ഞാൽ മാത്രമേ ഞങ്ങൾക്ക് കൃത്യമായി ആക്ഷൻ എടുക്കാൻ കഴിയും. അതിനുശേഷമാണ് ചിത്രം നടന്ന ഓരോ കാര്യങ്ങളും പറയാൻ തുടങ്ങുന്നത്. അത് കേൾക്കുമ്പോൾ അവിടെയുള്ള എല്ലാ വനിതാ പോലീസുകാരുടെയും കണ്ണു നിറഞ്ഞു പോവാണ്. ഇപ്പോൾ ചിത്രയെ കൂട്ടിക്കൊണ്ടുവന്ന് ആശുപത്രിയിൽ ചില ചെക്കപ്പുകളൊക്കെ നടത്തുന്നു. അതിലെല്ലാം ആ വിഷയം സ്ഥിരീകരിക്കുന്നു. ഒരിടവഴിയിലേക്ക് കൊണ്ടുപോയിട്ടാണല്ലോ അവർ കാറ് നിർത്തിയത് എന്ന് ചിത്ര പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ സ്ഥലത്ത് നിന്നും ചില തെളിവുകൾ ശേഖരിക്കുന്നു. അതുപോലെ CCTV ഫുട്ടേജിൽ നിന്ന് ചിത്ര പാർട്ടി കഴിഞ്ഞ് പോകുമ്പോൾ ആ പയ്യന്മാരുടെ കൂടെ പോയതും ബേക്കറിയിൽ നിന്നുള്ള ഫുട്ടേജും അതിനുശേഷം കാറ് മാറുമ്പോഴുള്ള ഫുട്ടേജും എല്ലാം അവർ കളക്ട് ചെയ്യുന്നു. ഇപ്പോൾ ഈ കേസ് വളരെ സ്പെഷ്യലായി അന്വേഷിക്കാൻ ACP ജയദേവ് എന്നൊരാൾ വരുന്നു. അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ ഉടൻ തന്നെ ഇതിനൊരു ആക്ഷൻ എടുക്കണം എന്ന് പറഞ്ഞ് ഈ 5 പയ്യന്മാരെയും, അതായത് വികാസിനെയും അവന്റെ കൂട്ടുകാരെയും അറസ്റ്റ് ചെയ്യുന്നു. അറസ്റ്റ് ചെയ്ത ഉടനെ തന്നെ ACP ജയദേവ് പ്രസ് മീറ്റ് നടത്തുന്നു. പ്രസ്സുകാർ ഒട്ടനവധി ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്. എന്താണ് സാർ നമ്മുടെ നാട്ടിൽ നടക്കുന്നത്, ഇതിനൊരു അവസാനമല്ലേ, നിങ്ങൾ എന്താണ് സാർ ആക്ഷൻ എടുത്തിട്ടുള്ളത് എന്ന് ചോദിക്കുമ്പോൾ അപ്പോഴാണ് ജയദേവ് ആ 5 പയ്യന്മാരെയും അറസ്റ്റ് ചെയ്ത വിവരം പറയുന്നത്. ഇതിന് കാരണം ആ 5 പയ്യന്മാർ മാത്രമല്ല, അവരെ വളർത്തിയ അവരുടെ അച്ഛനമ്മമാരും കൂടിയിട്ടാണ്. ശരിയായ പാരന്റിങ് ഇല്ലാത്തപ്പോൾ കുട്ടികൾ എത്രത്തോളം മോശമായി വളരും എന്നും അദ്ദേഹം പറയാണ്. ആ 5 പയ്യന്മാരുടെ അച്ഛനമ്മമാർ ആരൊക്കെയാണെന്ന് നോക്കുമ്പോൾ ഒരുത്തന്റെ അച്ഛൻ കൗൺസിലർ, വേറൊരുത്തന്റെ അച്ഛൻ പലിശയ്ക്ക് പണം കൊടുത്ത് ജീവിക്കുന്നവൻ, ഒരുത്തന്റെ അച്ഛൻ MLA, മറ്റൊരുത്തന്റെ അച്ഛൻ മിനിസ്റ്റർ എന്നൊക്കെയാണ് പറയുന്നത്. അവസാനമായാണ് അദ്ദേഹം ഒരു പാരന്റിനെ കുറിച്ച് പറയുന്നത്. അത് വികാസിന്റെ അച്ഛനാണ്. അദ്ദേഹം വലിയൊരു ബിസിനസ്സുകാരനാണ്. അദ്ദേഹം സമ്പാദിച്ച ഒരു സ്കൂൾ തന്നെ പണിതിട്ടുണ്ട്. അതാണ് വികാസ് ഇന്റർനാഷണൽ സ്കൂൾ. അവിടെ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിയാണ് ഈ വികാസ്. അതിലും കഷ്ടം എന്താണെന്ന് വെച്ചാൽ വികാസിന്റെ അമ്മ അതേ സ്കൂളിലെ പ്രിൻസിപ്പളാണ്. അവരുടെ പേര് വിന്ധ്യ, തുടക്കത്തിൽ കാണിച്ച നമ്മുടെ നായിക. അങ്ങനെ പ്രിൻസിപ്പാളായി ഇരുന്നിട്ടും അവർ സ്വന്തം മകനെ ശരിയായി വളർത്തിയില്ല എന്ന് അദ്ദേഹം പറയുന്നു. ഇത്തരം കേസുകൾ നമ്മുടെ നാട്ടിൽ പുതിയതല്ല. ഇതുപോലെ പയ്യന്മാർ പാർട്ടി എന്നും മറ്റും പറഞ്ഞ് കറങ്ങി നടന്ന് നന്നായി മദ്യപിച്ച് കുറച്ചുനാൾ മുമ്പ് 4 പയ്യന്മാർ ചേർന്ന് കാർ ഓടിച്ച് എതിരെ വന്ന ഒരു കുടുംബത്തിന്റെ മേൽ കയറ്റി.
ആ കുടുംബത്തിലെ എല്ലാവരും മരിച്ചുപോയി. അതുപോലെ കുറച്ചുനാൾ മുമ്പ് ഒരു സൈക്കോ ഉണ്ടായി. അവന്റെ പേര് ഷാഹിൽ. അവനും ഇതുപോലെ മദ്യപിച്ച് റോഡിലൂടെ പോകുന്ന സാധുക്കളെയൊക്കെ കൊന്നു തള്ളി. അവനെയും ഇപ്പോൾ ജയിലിലാണ് അടച്ചിരിക്കുന്നത്. ആ നിലയ്ക്കാണ് ഇപ്പോൾ ഈ 5 പയ്യന്മാരും വന്നിരിക്കുന്നത് എന്നും അദ്ദേഹം പറയുന്നുണ്ട്. ഇത് പറഞ്ഞ ഉടനെ നായികയെ കാണിക്കുന്നു. വിന്ധ്യ മാനസികമായി വല്ലാതെ തളർന്നു പോകുന്നു. കാരണം ഈ വിന്ധ്യ സ്ത്രീ സ്വാതന്ത്ര്യത്തിനും സ്ത്രീകൾക്കെതിരെ എന്തെങ്കിലും അനീതി നടന്നാൽ അതിനെതിരെ പോരാടുന്നവരുമാണ്. സ്വന്തം മകൻ കാരണം തന്നെ ഒരു കുട്ടിക്ക് ഇങ്ങനെ ഒരു ക്രൂരത സംഭവിച്ചല്ലോ എന്നോർത്ത് അവർ തന്റെ പ്രിൻസിപ്പൽ ജോലി തന്നെ രാജിവെക്കുന്നു. അങ്ങനെ രാജിവെച്ച് അവർ ആ സ്കൂളിൽ നിന്ന് പുറത്തു പോകുമ്പോൾ ആ സ്കൂളിലെ കുട്ടികളെല്ലാം ചേർന്ന് ഈ അധ്യാപികയെ വല്ലാതെ കളിയാക്കുകയും ചീത്ത വിളിക്കുകയും ചെയ്യുന്നു. സ്വന്തം മകനെ നിങ്ങൾ ഇങ്ങനെയാണോ വളർത്തിയിരിക്കുന്നത് എന്നൊക്കെ പറയുമ്പോൾ വിന്ധ്യയ്ക്ക് ഇതിനോട് എങ്ങനെ പ്രതികരിക്കണമെന്ന് മനസ്സിലാകാതെ അപമാനിതയായി തന്റെ വീട്ടിലേക്ക് മടങ്ങുന്നു. വീട്ടിൽ വന്നതും നായികയുടെ ഭർത്താവ് വരുന്നുണ്ട്. നമ്മുടെ മകൻ ഇത്രത്തോളം കേടുവന്നതിന് നീയാണ് കാരണം. അവൻ ചോദിക്കുമ്പോഴേ അവന് ബൈക്ക് വാങ്ങിക്കൊടുക്കുക, കാറ് വാങ്ങിക്കൊടുക്കുക, അതെടുത്തിട്ട് അവൻ രാത്രി മുഴുവൻ നാട് തണ്ടുക, പോക്കറ്റ് മണി കൊടുക്കുക, ഇങ്ങനെ കൊടുത്ത് നീയാണ് അവനെ വഷളാക്കിയത്. എന്റെ നോട്ടത്തിലാണ് വളർന്നിരുന്നെങ്കിൽ നമ്മുടെ മകൻ ഇങ്ങനെ പോവോ എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹം വഴക്കിടാണ്. ശരി, നടന്നു. ഇനി നമുക്ക് വേറെ വഴിയില്ല. ഇപ്പൊ നമ്മുടെ മകനെ എങ്ങനെയെങ്കിലും ജാമ്യത്തിൽ പുറത്തു കൊണ്ടുവരണം. അവൻ സ്റ്റേഷനിൽ കിടന്ന് വല്ലാതെ കഷ്ടപ്പെടുന്നുണ്ടാവും എന്ന് പറയുമ്പോൾ നായികയ്ക്ക് ദേഷ്യം വരാണ്. എന്ത്, ഇങ്ങനെ ഒരു ക്രൂരത ചെയ്തിട്ട് അവൻ ജാമ്യത്തിൽ വരണമെന്നോ? അവനെ പോലുള്ളവർ ഒരിക്കലും പുറത്തു വരാൻ പാടില്ല. അവനുള്ള ശിക്ഷ അനുഭവിച്ചേ തീരും എന്ന് വിന്ധ്യ പറയുന്നു. ഇത് അച്ഛനും വളരെ ഷോക്കിംഗ് ആയി തോന്നുകയാണ്. ഇങ്ങനെ ഇരിക്കുകയാണ് നായിക കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് നടന്ന കാര്യങ്ങൾ ഓർക്കുന്നത്. അന്ന് തന്റെ മകനെ അവർ വളരെ സ്നേഹത്തോടെയാണ് വളർത്തിയത്. ഇവർക്ക് രണ്ടുപേർക്കും അവൻ ഒരേ ഒരു മകനായതുകൊണ്ട് അവൻ ചോദിക്കുന്നതെല്ലാം അവർ ചെയ്തു കൊടുക്കുമായിരുന്നു. സത്യത്തിൽ അമ്മയെക്കാളും അച്ഛൻ വളരെ കൂടുതലായി അവനെ ലാളിക്കുകയും അവൻ ചോദിക്കുന്നതെല്ലാം കൊടുക്കുകയും ചെയ്തതുകൊണ്ടാണ് ആ പയ്യൻ ഇത്രത്തോളം അഹങ്കാരത്തോടെയും പണത്തിന്റെ ഹുങ്കോടെയും വളർന്നത്. അതുകൊണ്ടാണ് അവനിപ്പോൾ സമൂഹത്തിൽ ഇങ്ങനൊരു കുറ്റകൃത്യം ചെയ്തതും. അതെല്ലാം ഓർത്ത് നായിക ഇപ്പോൾ വല്ലാതെ സങ്കടപ്പെടുന്നു. ACP ജയദേവ് ഇപ്പോൾ ലോക്കപ്പിലുള്ള 5 പയ്യന്മാരെയും ചോദ്യം ചെയ്യാൻ വരികയാണ്. 2 ദിവസമായി ഇവരെ ഇടിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ, എന്തെങ്കിലും വായ തുറന്നോ എന്ന് അദ്ദേഹം ചോദിക്കുമ്പോൾ ഇല്ല സാർ, ഒന്നും പറഞ്ഞില്ല, 2 ദിവസമായി വിശക്കുന്നു എന്ന് മാത്രമാണ് പറയുന്നത് എന്ന് പോലീസുകാർ പറയുന്നു. വിശക്കുന്നു എന്ന് പറയാണോ? എന്താ ഭക്ഷണം കൊടുത്തില്ലേ എന്ന് ചോദിക്കുമ്പോൾ ഉടനെ പോയി അവർക്ക് ഭക്ഷണം കൊടുക്ക്. എന്താ അവർ ചോദിക്കുന്നത്? കഴിക്കാൻ പാരഡൈസ് ബിരിയാണി വേണത്രേ. അങ്ങനെയാണോ? എന്നാൽ ഒരു 25 പാക്കറ്റ് ബിരിയാണി വാങ്ങിക്കൊണ്ടുപോവാ എന്ന് ACP പറയുന്നു. അങ്ങനെ 25 പാക്കറ്റ് ബിരിയാണിയും വാങ്ങിക്കൊണ്ടുവരാണ്. ഇപ്പോൾ 5 പേരെയും അവിടെ ഇരുത്തുന്നുണ്ട്. ആദ്യം വികാസിന് ഒരു പാക്കറ്റ് ബിരിയാണി കൊടുത്തിട്ട് നന്നായി വയറു നിറയെ ബിരിയാണി കഴിക്ക് എന്ന് ACP പറയുന്നു. വികാസം വളരെ സന്തോഷത്തോടെ ആ ബിരിയാണി കഴിക്കുകയാണ്. ഇപ്പോൾ അടുത്ത പാക്കറ്റ് പൊട്ടിച്ച് ഇതും കഴിച്ചു തീർക്കുക എന്ന് പറയുമ്പോൾ വിശപ്പ് കാരണം അവൻ ആ പാക്കറ്റും കഴിച്ചു തീർക്കുന്നു. ഇപ്പോൾ 3ാമത്തെ പാക്കറ്റും പൊട്ടിച്ച് കഴിക്കാൻ പറയുന്നു. എന്താ സാർ 3ാമത്തെ പാക്കറ്റോ? എന്റെ വയറ് നിറഞ്ഞു സാർ എന്നവൻ പറയുമ്പോൾ കഴിക്കടാ, കഴിച്ചില്ലെങ്കിൽ വിവരം അറിയും എന്ന് ACP വിരട്ടുകയാണ്. ഇപ്പോൾ വളരെ പാടുപെട്ട് അവൻ 3ാമത്തെ പാക്കറ്റും കഴിക്കുന്നു. 4ാമത്തെ പാക്കറ്റും കഴിക്കാൻ പറയുന്നു. അവൻ ഒട്ടും കഴിയുന്നില്ല. അതിനു മുകളിൽ കഴിച്ചാൽ അവൻ ഛർദ്ദിക്കും. വളരെ കഷ്ടപ്പെട്ട് അതും കഴിക്കുന്നുണ്ട്. 5ാമത്തെ പാക്കറ്റും കഴിക്കാൻ പറയുമ്പോൾ അത്രയേ ഉള്ളൂ, ഇതിനു മുകളിൽ കഴിച്ചാൽ എനിക്ക് ജീവിക്കാൻ തന്നെ കഴിയില്ല സാർ എന്നവൻ പറയുന്നു. അങ്ങനെ അവനെ കൊണ്ട് അതെല്ലാം കഴിപ്പിച്ച് ആ വേദന അനുഭവിപ്പിക്കുന്നു. ഇതെല്ലാം കണ്ട് ബാക്കിയുള്ള 4 പേരും പേടിച്ചിരിക്കുകയാണ്. ബാക്കിയുള്ള 20 പാക്കറ്റും അവർക്ക് ഓരോരുത്തർക്കും 5-5 പാക്കറ്റ് വീതം നൽകി നിർബന്ധിച്ച് കഴിപ്പിച്ച് ACP അവരെ പീഡിപ്പിക്കുന്നു. ഇതെല്ലാം കണ്ട് ചുറ്റുമുള്ള മറ്റു വനിതാ പോലീസുകാരും ഇത്തരം പയ്യന്മാർക്ക് ഇതിനേക്കാൾ വലിയ ശിക്ഷ കൊടുക്കണം എന്ന് ചിന്തിക്കുന്നു. അന്ന് രാത്രി തന്നെ ACPയെ കാണാൻ അവിടെയുള്ള ഒരു മന്ത്രി വരികയാണ്. എടോ ACP, ഇതിലുള്ള ആ പയ്യൻ എൻ്റെ മകനാണ്. ഈ കാശ് വെച്ചുകൊണ്ട് നീ അവനെ എത്രയും പെട്ടെന്ന് പുറത്തു വിട് എന്ന് പറയുമ്പോൾ ACP അതിന് മുന്നേ അവിടെയുള്ള ജഡ്ജിക്ക് ഫോൺ ചെയ്യുന്നു. ആ 5 പേരെയും നിങ്ങൾ കോടതിയിൽ ഹാജരാക്കണം എന്നവർ പറയുന്നു. അപ്പോൾ മന്ത്രിക്ക് ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. കുറച്ചു കഴിഞ്ഞപ്പോൾ തന്നെ ആ 5 പേരെയും കൂട്ടി ACP ഒരു കാറിൽ വരികയാണ്. അന്ന് നിങ്ങൾ എന്താണ് ചെയ്തതെന്ന് ഇപ്പോൾ അഭിനയിച്ച് കാണിക്കാൻ പോവുകയാണ് എന്ന് പറഞ്ഞ് ആ 5 പേരെയും അഭിനയിക്കാൻ പറയുന്നു. അവിടെ ഒരു പെൺകുട്ടിയെ ഇരുത്തുന്നു. നീ ആ ചിത്ര എന്ന കുട്ടിയോട് എങ്ങനെയൊക്കെയാണ് മോശമായി പെരുമാറിയതെന്ന് ഇപ്പോൾ നീ ചെയ്ത് കാണിക്കണം എന്നൊക്കെ പറയുന്നു. ആ 5 പേരും കരഞ്ഞുകൊണ്ട് അവിടെ അഭിനയിച്ച് കാണിക്കുകയാണ്. അപ്പോഴാണ് തങ്ങൾ ചെയ്ത തെറ്റ് എത്ര വലിയൊരു കുറ്റകൃത്യമാണെന്ന് അവർക്ക് കുറച്ചെങ്കിലും മനസ്സിലാവുന്നത്. അതുകൊണ്ടൊന്നും തീർന്നില്ല. ഈ 5 പേർക്കും ഒരു ടെസ്റ്റ് എടുക്കുന്നതിനായി അവരെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നു. അത് വളരെ മോശമായൊരു ടെസ്റ്റായിരുന്നു. ആശുപത്രിയിലുള്ള ഡോക്ടറും അവരെ വളരെ പുച്ഛത്തോടെയാണ് നോക്കുന്നത്. മറ്റു നഴ്സുമാരുടെ മുമ്പിൽ വെച്ച് ഈ 5 പേരെയും അപമാനിക്കുന്നു. അങ്ങനെ ഓരോരുത്തരായി ആ ടെസ്റ്റ് കഴിഞ്ഞ് പുറത്തു വരുമ്പോൾ എന്ത് ജീവിതമാണ് ഇത്? ഒരു 3 മിനിറ്റ് സന്തോഷത്തിന് വേണ്ടി നമ്മുടെ മൊത്തം ജീവിതം തന്നെ നമ്മൾ ഇല്ലാതാക്കിയല്ലോ, എന്താടാ ഇത് എന്ന് പറഞ്ഞ അവർ പൊട്ടിക്കരയാണ്. ഒടുവിൽ വികാസിന്റെ ഊഴത്താണ്. ആ ടെസ്റ്റ് എടുക്കാനായി അവനെ അകത്തേക്ക് വിളിക്കുന്നു. പക്ഷെ വികാസിന് അത് വലിയൊരു അപമാനമായി തോന്നുകയാണ്. അവൻ അവിടെയുള്ള ആ മരുന്ന് എടുത്ത് കുടിക്കുകയാണ്. കുറച്ചു കഴിഞ്ഞപ്പോൾ വികാസിന്റെ അമ്മയായ വിന്ധ്യയ്ക്ക് ഒരു ഫോൺ കോൾ വരുന്നു. ആശുപത്രിയിൽ പോയ നിങ്ങളുടെ മകൻ മരുന്ന് കുടിച്ച് ജീവന് പോരാടിക്കൊണ്ടിരിക്കുകയാണ്. ഇത് കേട്ട് അവർ തകർന്നു പോവാണ്. ഉടനെ ഭർത്താവിനെയും കൂട്ടി അവർ ആശുപത്രിയിലേക്ക് ഓടുന്നു. ഒരു സർക്കാർ ആശുപത്രിയിലാണ് വികാസിന് ചികിത്സ നൽകുന്നത്. ACPയോട് വികാസിന്റെ അമ്മ വന്നിട്ടുണ്ട് എന്ന് പറയുമ്പോൾ അവരെ മാത്രം കടത്തിവിടാൻ പറയുന്നു. അമ്മയെ കണ്ടതും അവർ തങ്ങൾക്ക് പരിചയമുള്ള ഡോക്ടർമാരെയൊക്കെ വിളിച്ച് അവനെ ആശുപത്രിയിലെ മറ്റൊരു വാർഡിലേക്ക് മാറ്റി മകനെ രക്ഷിക്കുന്നു. ഇപ്പോൾ വികാസിന് ബോധം വന്നതിന് ശേഷം നായിക അവന്റെ അരികിൽ വന്ന് നിൽക്കുകയാണ്.
വികാസ് കണ്ണു തുറന്ന് തന്റെ അമ്മയെ നോക്കുമ്പോൾ എന്താടാ മരുന്ന് കുടിച്ചങ്ങ് മരിക്കാമെന്നും വളരെ എളുപ്പത്തിൽ ഇതൊക്കെ മറക്കാമെന്നും കരുതിയോ? നിന്നെ പോലുള്ളവരൊക്കെ ജീവനോടെ ഇരിക്കണടാ. അങ്ങനെ ജീവിച്ച് ഓരോ ദിവസവും ആ വേദന അനുഭവിക്കണം. അങ്ങനെ ഒരു ശിക്ഷ നിനക്ക് കിട്ടും. അങ്ങനെ കിട്ടിയില്ലെങ്കിൽ ഒരമ്മ എന്ന നിലയിൽ ഞാൻ തന്നെ അത് വാങ്ങിത്തരുവടാ എന്ന് സ്വന്തം മകനോട് തന്നെ അവർ പറയാണ്. അങ്ങനെ പറഞ്ഞിട്ട് അവരവിടെ നിന്നും പുറത്തു പോകുന്നു. ഇതെല്ലാം ആ പോലീസുകാരും ശ്രദ്ധിക്കുന്നുണ്ട്. ഇങ്ങനൊരു അമ്മയോ എന്ന് അവർ അത്ഭുതപ്പെടുകയാണ്. വികാസിന്റെ മനസ്സും തകർന്നു പോകുന്നു. കുറച്ചു കഴിഞ്ഞപ്പോൾ ഈ കേസ് കൈകാര്യം ചെയ്യുന്ന പോലീസ് ഓഫീസർ ആ കോടതിയിലേക്ക് വരുന്നു. അതൊരു സ്പെഷ്യൽ കോടതിയാണ്. അവിടെ ഒരു മുറിക്കുള്ളിൽ ഈ 5 പേരെയും ഇരുത്തിയിട്ടുണ്ട്. അവിടെ നമ്മുടെ ചിത്രയും ഉണ്ട്. അവളെയും ഒരു ഭാഗത്ത് ഇരുത്തുന്നു. ചിത്രയോട് അവിടെയുള്ള ജഡ്ജി, നീ വളരെ കംഫർട്ടബിൾ ആണല്ലോ അല്ലേ, ഒരു പ്രശ്നമില്ലല്ലോ, നടന്നൊക്കെ പറയാമോ എന്ന് ചോദിക്കുമ്പോൾ അപ്പോഴാണ് ചിത്ര തനിക്ക് നടന്ന ക്രൂരതയെക്കുറിച്ച് ഓരോന്നായി പറയാൻ തുടങ്ങുന്നത്. അത് കേൾക്കുമ്പോൾ എല്ലാവരുടെയും മനസ്സ് വല്ലാതെ സങ്കടപ്പെടുന്നു. ഇപ്പോൾ അവിടെ പ്രതിഭാഗം വക്കീലായി ഈ പയ്യന്മാർക്ക് വേണ്ടി ഒരാൾ എഴുന്നേൽക്കുന്നു. ഈ കുട്ടി പറയുന്നത് മുഴുവൻ കള്ളമാണ്. CCTV ഫുട്ടേജ് ഒക്കെ നിങ്ങൾ നോക്കിയാൽ തന്നെ അറിയാം. ഈ 5 പയ്യന്മാരും ആ കുട്ടിയെ തട്ടിക്കൊണ്ടു പോയിട്ടൊന്നുമില്ല. ആ കുട്ടി സ്വന്തം ഇഷ്ടപ്രകാരം തന്നെയാണ് കൂടെ പോയത്. അങ്ങനെ ഇഷ്ടപ്പെട്ടു പോയിട്ട് അവസാനം വന്ന് ആ പയ്യന്മാരെ കുറ്റം പറയുന്നത് ന്യായമല്ല എന്ന് പറയുന്നു. പക്ഷെ ജഡ്ജിക്ക് ദേഷ്യം വരാണ്. ആ വീഡിയോയിൽ ആ കുട്ടി കൂടെ പോകുന്നത് പോലെയാണ് കാണുന്നത്. എന്നാൽ കൂടെ പോകുന്ന കുട്ടിയോട് മോശമായി പെരുമാറാനും സാധ്യതയുണ്ടല്ലോ. അങ്ങനെ നടന്നിട്ടില്ലെങ്കിൽ അതിനുള്ള തെളിവ് നിങ്ങൾ ഹാജരാക്ക്, അല്ലാതെ പ്രവചിക്കാനൊന്നും കഴിയില്ല എന്ന് പറഞ്ഞ് ആ പ്രതിഭാഗം വക്കീലിന് ഒരാഴ്ചത്തെ സമയം നൽകുന്നു. ഇവിടെ ചിത്രയും ആ ഒരാഴ്ച വീട്ടിൽ കരഞ്ഞുകൊണ്ട് തന്നെയാണ് ഇരിക്കുന്നത്. ചിത്രയുടെ വീട്ടിലേക്ക് ആ പയ്യന്മാരുടെ അച്ഛനമ്മമാരെല്ലാവരും വരുന്നുണ്ട്. ഒരു 5 കോടി രൂപയും 100 പവന്റെ സ്വർണ്ണമൊക്കെ കൊണ്ടുവന്ന് കൊടുത്ത് ഈ കേസ് പിൻവലിക്കാൻ ആവശ്യപ്പെടുന്നു. പക്ഷെ ചിത്രയുടെ അച്ഛൻ വിട്ടുവീഴ്ചയില്ലാതെ നിൽക്കുകയാണ്. ദയവ് ചെയ്ത് എല്ലാവരും പുറത്തു പോകും, ഇല്ലെങ്കിൽ അപമാനിച്ച് പുറത്താക്കും എന്നൊക്കെ പറഞ്ഞ് അവരെ ചീത്ത പറഞ്ഞ് പുറത്താക്കുന്നു. ഇപ്പോൾ ഒരാഴ്ച കഴിഞ്ഞ് വീണ്ടും ആ കോടതിയിലേക്ക് കേസ് വരുന്നു. അപ്പോഴാണ് ജഡ്ജിയുടെ മുമ്പിൽ പോലീസുകാർ വന്ന് ഒരു പ്രധാന തെളിവ് ഹാജരാക്കുന്നത്. തുടക്കത്തിൽ ഈ പയ്യന്മാർ ഒരു വീഡിയോ ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്തിട്ട് ഡിലീറ്റ് ചെയ്തിരുന്നല്ലോ. ആ വീഡിയോ ഇപ്പോൾ കിട്ടിയിട്ടുണ്ട്. അതിപ്പോൾ ജഡ്ജി കാണുകയാണ്. അങ്ങനെ ആ കുട്ടിക്ക് സംഭവിച്ച ക്രൂരതയെക്കുറിച്ച് വീഡിയോയിലൂടെ അവർക്ക് മനസ്സിലാവുന്നു. ഇനിയും ക്ഷമിക്കാൻ കഴിയില്ല. തെറ്റ് മുഴുവനും ഈ 5 പയ്യന്മാരുടെ ഭാഗത്താണ്. അതുകൊണ്ട് ഈ 5 പേർക്കും ഞാൻ ജീവപര്യന്തം തടവ് ശിക്ഷ വിധിക്കുന്നു എന്ന് ജഡ്ജി വിധി പ്രഖ്യാപിക്കുന്നു. ഈ വിധി വന്നതോടെ നമ്മുടെ ചിത്രയ്ക്കും അവളുടെ കുടുംബത്തിനും വലിയൊരു സന്തോഷമാവുന്നു. ജഡ്ജിയും ചിത്രയോട് നമുക്ക് സന്തോഷമായി പോയി ഭക്ഷണം കഴിച്ചാലോ, ഒന്നിച്ചിരുന്ന് കഴിക്കാമെന്ന് പറഞ്ഞ് അവിടെ നിന്നും പോവാണ്. മറുവശത്ത് ഈ 5 പയ്യന്മാരെയും മുഖത്ത് മാസ്ക് ഒക്കെ വെച്ച് ജയിലിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്നു. 5 പേരെയും വ്യത്യസ്ത ജയിലുകളിലേക്കാണ് കൂട്ടിക്കൊണ്ടുപോകുന്നത്. അങ്ങനെ പോയ വികാസിന്റെ ജീവിതമാണ് ഇപ്പോൾ കാണിക്കുന്നത്. വികാസ് ജയിലിലേക്ക് പോകുമ്പോൾ തന്നെ അവനെ എല്ലാവരും വളരെ മോശമായിട്ടാണ് നോക്കുന്നത്. ജയിലിലുള്ളവരൊക്കെ കുറ്റവാളികളായതുകൊണ്ട് വികാസിന് വല്ലാതെ പേടിയാവുന്നുണ്ട്. നേരത്തെ സൈക്കോ ഷാഹിൽ എന്ന് പറയുന്ന ഒരുത്തിനെ കുറിച്ച് പറഞ്ഞിരുന്നല്ലോ. ആ സൈക്കോ ഷാഹിലും ഇപ്പോൾ ആ ജയിലിലാണുള്ളത്. അവൻ വേണമെന്ന് വെച്ച് തന്നെ വികാസുമായി പ്രശ്നം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. പറയാൻ പറ്റാത്ത ക്രൂരതകൾ അവൻ വികാസിനോട് കാണിക്കുന്നു. ഇതൊക്കെ സഹിച്ച് ഒരു ഘട്ടത്തിൽ വികാസിന് ഭയങ്കര ദേഷ്യം വരുന്നു. ഒരു ദിവസം ലോക്കപ്പിൽ വെച്ച് ആ സൈക്കോ ഷാഹിലിനെ വികാസ് തല്ലുന്നു. സൈക്കോ ഷാഹിലിനെ ഈ വികാസ് തല്ലിയോ എന്ന് കരുതി അവിടെയുള്ള മറ്റു തടവുകാരൊക്കെ ഇപ്പോൾ വികാസിനെ കണ്ട് പേടിക്കാൻ തുടങ്ങുന്നു. ഇങ്ങനെ കാലങ്ങൾ കടന്നു പോവാണ്. ഒരു 6 വർഷമായി വികാസ് ജയിലിൽ തന്നെയാണ്. പിന്നീട് വികാസിന്റെ അമ്മയായ വിന്ധ്യയെ കാണിക്കുന്നു. 6 വർഷത്തിന് ശേഷം തന്റെ മകനെ പരോളിലിറക്കി ഒരു 3 മാസം അവനൊരു നല്ല ജീവിതം കൊടുത്ത് അവനെ പഠിപ്പിച്ച് നന്നാക്കണം എന്നവർ ശ്രമിക്കുന്നു. അതിനായി ഒരു ഹർജിയുമായി അവർ ജയിലറുടെ അടുത്ത് വരികയാണ്. ജയിലറും ഈ 6 വർഷത്തിനിടയിൽ ഒരു തവണ പോലും നിങ്ങൾ മകനെ കാണാൻ വന്നിട്ടില്ല, അതുകൊണ്ട് നിങ്ങൾ അവനെ നന്നാക്കണമെന്ന് പറഞ്ഞു തന്ന ഹർജി ഞങ്ങൾ സ്വീകരിക്കുന്നു. പക്ഷെ നിങ്ങളുടെ മകൻ ഈ 6 വർഷം കൊണ്ട് ഈ ജയിലിൽ വേറെ ഒരാളായി മാറിയിട്ടുണ്ട്, അവനുമായി കുറച്ച് സൂക്ഷിച്ച് നിൽക്കണം എന്ന് പറയുന്നു. നായികയും അവൻ എങ്ങനെ മാറിയാലും എനിക്ക് കുഴപ്പമില്ല, അവൻ പഠിക്കുന്ന കാലത്ത് ഒരു ഗോൾഡ് മെഡലിസ്റ്റ് ആയിരുന്നു, ഡൽഹിയിൽ നടക്കുന്ന ഒരു എക്സാം അവനെ പാസ്സാക്കിപ്പിച്ച് അവൻ എനിക്ക് നന്നാക്കണം എന്ന് പറയുന്നു. അങ്ങനെ ജയിലിലുള്ള മകനെ 6 വർഷത്തിന് ശേഷം അവർ കാണാൻ വരികയാണ്. താടിയൊക്കെ വളർത്തി ഒരു റൗഡിയെ പോലെയാണ് അവൻ നിൽക്കുന്നത്. അങ്ങനെ അവനെയും കൂട്ടി നായിക പുറത്തേക്ക് വരികയാണ്. പുറത്തേക്ക് വരുമ്പോൾ തന്നെ അവരുടെ മുഖമൊക്കെ മാറുന്നുണ്ട്. മറുവശത്ത് വികാസ് ആവട്ടെ അമ്മയ്ക്ക് ഒരു ബഹുമാനവും കൊടുക്കാതെ അമ്മ ഇരിക്കുന്ന സീറ്റിന് മുകളിൽ കാലെടുത്ത് വെക്കുന്നു. അതിനുശേഷം തന്റെ ഫ്രണ്ടിന് കോൾ ചെയ്തിട്ട് സംസാരിക്കുന്നു. എടാളിയ, ഞാൻ പുറത്തു വന്നു എന്ന് പറഞ്ഞിട്ട് വണ്ടി ഒരു സിഗ്നലിൽ നിർത്തുമ്പോൾ പെട്ടെന്ന് ഡോർ തുറന്ന് അവിടെ നിന്നും ഓടിപ്പോകുന്നു. ഇതും നായിക കാണുന്നുണ്ട്. അയ്യോ, ഇവൻ ഓടിപ്പോയല്ലോ എന്ന് പറഞ്ഞ് മകന്റെ പുറകെ ഓടുന്നു. അമ്മ വരുന്നതിന് മുൻപേ ഈ വികാസ് തന്റെ ഫ്രണ്ടിനെയും കണ്ടുപിടിച്ച് അവന്റെ വീട്ടിലേക്ക് പോകുന്നു. ആ വീട്ടിലിരുന്ന് ഒരുപാട് പേർ മദ്യപിക്കുകയും വേറെ പല ദുശീലങ്ങളിൽ ഏർപ്പെടുകയും ചെയ്യുന്നുണ്ട്. അവരോടൊപ്പം ചേർന്ന് വികാസും അതെല്ലാം ചെയ്യാൻ തുടങ്ങുന്നു. കുറച്ചു കഴിഞ്ഞപ്പോൾ തന്നെ ആ വീട് കണ്ടുപിടിച്ച് നായിക വരാണ്. അവിടെ ബോധമില്ലാതെ കിടക്കുന്ന തന്റെ മകനെയും കാണുന്നു. അവർക്ക് വല്ലാത്ത ദേഷ്യം വരുന്നുണ്ട്. അവിടെ ചുറ്റുമുള്ളവരെ അവർ ഭയങ്കരമായി ചീത്ത പറയുന്നു. ഇപ്പോഴാണ് എന്റെ മകനെ ജയിലിൽ നിന്നും പുറത്തു കൊണ്ടുവന്നത്, അതിനുള്ളിൽ അവനെ ഇങ്ങനെ കേടുവരുത്തി വെച്ചിരിക്കുകയാണോ? പോലീസിനെ വിളിച്ച് നിങ്ങൾ എല്ലാവരും പിടിച്ചു കൊടുക്കണം. ബോധമില്ലാതെ കിടക്കുന്ന തന്റെ മകനെയും താങ്ങി പിടിച്ച് നായിക വീട്ടിലേക്ക് കൊണ്ടുവരുന്നു. അങ്ങനെ വീട്ടിൽ വന്നിറങ്ങുമ്പോഴും വികാസ് വല്ലാത്തൊരു മയക്കത്തിൽ തന്നെയാണ്. ഇതെല്ലാം നാട്ടിലുള്ളവരും പ്രത്യേകിച്ച് വികാസിന്റെ അച്ഛനും കാണുന്നു. ഇവനെ എന്തിനാ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നത്? ഇനി ഇവനെ നന്നാക്കാൻ കഴിയില്ല എന്ന് അദ്ദേഹം പറയുന്നു.
ഞാനാണ് കൊണ്ടുവന്നത്, ഇവനെ ഞാൻ നന്നാക്കി കാണിച്ചു തരാം എന്ന് പറഞ്ഞ നായിക മകനെയും കൂട്ടി വീടിനകത്തേക്ക് പോകുന്നു. നാട്ടുകാരും ഇത്രയും മോശമായ ഒരാളെ വിശ്വസിച്ച് ഈ സ്ഥലത്ത് ഞങ്ങൾക്ക് താമസിക്കാൻ കഴിയില്ല, ദയവ് ചെയ്ത് അവനെ ജയിലിലേക്ക് കൊണ്ടുപോകും എന്ന് പറയാണ്. അങ്ങനെ അവിടെ നാട്ടുകാരുമായി വഴക്കാവുന്നു. ഇവിടെ നായിക തന്റെ മകന് ആവശ്യമായ ഒരുപാട് സാധനങ്ങൾ പാകം ചെയ്ത് കൊടുക്കുന്നു. അവനെ നോക്കുന്നു, അവനെ നല്ല AC റൂമിൽ കിടത്തി ഉറക്കുന്നു. ഇത്രയൊക്കെ ചെയ്തിട്ടും അടുത്ത ദിവസം രാവിലെ മകന്റെ റൂമിൽ വന്ന് നോക്കുമ്പോൾ മകനൊപ്പം അവിടെ ടെറസിൽ വെച്ച് കണ്ട ആ പെൺകുട്ടി കിടക്കുന്നതാണ് കാണുന്നത്. എടാ നീയൊന്നും നന്നായില്ലേ എന്ന് ചോദിച്ച് ബാത്റൂമിൽ പോയി ഒരു ബക്കറ്റ് വെള്ളം എടുത്ത് വന്ന് മകന്റെ മേലും ആ പെൺകുട്ടിയുടെ മേലും ഒഴിച്ച് ആ കുട്ടിയെ അവിടെ നിന്നും പുറത്താക്കുന്നു. മകന് ഭയങ്കര ദേഷ്യം വരുന്നു. വെറുതെ ആവശ്യമില്ലാതെ അമ്മ എന്റെ എല്ലാ കാര്യത്തിലും ഇടപെടുന്നു എന്നവൻ ചിന്തിക്കുകയാണ്. നായിക IIT കോച്ചിങ് സെന്റർ ഒക്കെ നടത്തിയിരുന്ന ആളാണ്. ടെറസിൽ വെച്ച് ക്ലാസ് എടുക്കും. ഒരുപാട് കുട്ടികളൊക്കെ അവിടെ പഠിക്കാൻ വരും. ആ ക്ലാസ്സിലേക്കും വികാസ് വരുന്നുണ്ട്. എന്താ എല്ലാവരും പഠിച്ചുകൊണ്ടിരിക്കുകയാണോ? എൻ്റെ അമ്മയുടെ അടുത്ത് പഠിച്ചാൽ നിങ്ങളൊന്നും ഗുണം പിടിക്കില്ല. ഞാനും നിങ്ങളെ പോലെ തന്നെയാണ് പഠിച്ചത്. പക്ഷെ പെട്ടെന്ന് എൻ്റെ അമ്മ എന്നെ ജയിലിലാക്കി. അതുകൊണ്ട് പഠിക്കാനൊന്നും നിൽക്കണ്ട എന്ന് പറഞ്ഞ് അവിടെ ഇരിക്കുന്ന പുസ്തകങ്ങളൊക്കെ അവൻ കത്തിച്ചു കളയുന്നു. ഇതെല്ലാം നായിക കാണുന്നു. അവർക്ക് വല്ലാതെ ദേഷ്യം വരുന്നുണ്ട്. ജയിലിൽ നിന്ന് പുറത്തു വന്നിട്ട് കൂടി വികാസ് നന്നാവുന്ന ലക്ഷണങ്ങളൊന്നും കാണുന്നില്ല. അവിടെയുള്ള ഒരു കള്ളക്കടത്ത് സംഘവുമായി അവന് ബന്ധം ഉണ്ടാവുന്നു. അങ്ങനെ അവരോടൊപ്പം അവരിയ്ക്കുന്ന സ്ഥലത്ത് വികാസ് തന്റെ ഫ്രണ്ടുമായി പോയി ഇരിക്കുമ്പോൾ ആ സ്ഥലത്തേക്ക് ACP ജയദേവ് വരുന്നു. അദ്ദേഹവും ആ കള്ളക്കടത്ത് സംഘത്തിൽ നിന്നും ചില സാധനങ്ങൾ വാങ്ങാൻ എന്ന പോലെ വരുന്നു. പക്ഷെ അദ്ദേഹം വന്നത് ആ സംഘത്തെ പിടികൂടാൻ വേണ്ടി തന്നെയായിരുന്നു. കാരണം ആ കള്ളക്കടത്ത് സംഘം മൂലം ഒരുപാട് യുവാക്കൾക്ക് വളരെ മോശമായ ശീലങ്ങൾ ഉണ്ടാവുകയും അവരുടെ ജീവിതം തന്നെ നശിച്ചു പോവുകയും ചെയ്യുന്നുണ്ട്. അവരെ രക്ഷിക്കണം എന്നാണ് ACP ചിന്തിക്കുന്നത്. അങ്ങനെ ആ സംഘത്തെ മൊത്തമായി അദ്ദേഹം പിടികൂടുകയാണ്. ആ സ്ഥലത്ത് ഇപ്പോൾ നമ്മുടെ വികാസം ഉണ്ടായിരുന്നല്ലോ. വികാസിനെയും ACP കാണുന്നു. അദ്ദേഹത്തിന് ഭയങ്കര ദേഷ്യം വരുന്നു. 6 വർഷങ്ങൾക്ക് മുമ്പ് നീ ജയിലിൽ പോയി, അതിനുശേഷവും നന്നാകാതെ പരോൾ വന്നിട്ട് ഇതാണോ പരിപാടി എന്ന് ചോദിച്ച് വികാസിന്റെ അമ്മയെ അവിടേക്ക് വിളിച്ചു വരുത്തുന്നു. ഇവൻ എന്തിനാണ് പരോളിൽ പുറത്തിറക്കിയത്? ഇവൻ കാരണം വീണ്ടും എല്ലാവർക്കും പ്രശ്നമാവുകയാണ് എന്ന് അദ്ദേഹം പറയുന്നു. വികാസിന്റെ അമ്മയും ACPയോട് കരഞ്ഞു ചോദിക്കുകയാണ്, ഇവനെ മാത്രം എന്നെ ഏൽപ്പിക്ക്, ഞാൻ ഇവനെ നോക്കിക്കോളാം, ബാക്കിയുള്ളവരെയൊക്കെ നിങ്ങൾക്ക് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകാം എന്ന് പറയുന്നു. അങ്ങനെ വികാസിനൊപ്പമുള്ള ബാക്കി എല്ലാവരെയും ഇപ്പോൾ സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകുന്നു. വികാസിനെ മാത്രം അമ്മ കൂട്ടിക്കൊണ്ടുപോവാണ്. നമ്മുടെ നാട്ടിലെ യുവാക്കളൊക്കെ തെറ്റായ വഴിയിലേക്ക് പോകുന്നതിന് പ്രധാന കാരണം ഇത്തരം ദുശീലങ്ങളാണെന്നും ഇതെല്ലാം കണ്ടുപിടിച്ചില്ലാതാക്കിയാൽ മാത്രമേ അവർ നന്നായിരിക്കൂ എന്നും ACPയും വിശ്വസിക്കുന്നു. ഈ കഥയൊക്കെ നടക്കുന്നത് ആന്ധ്രയിലാണ്. എന്തിനാണ് ഇത് പ്രത്യേകിച്ച് പറയുന്നതെന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിലെ രാഷ്ട്രീയം ഫോളോ ചെയ്യുന്നവർക്ക് അത് മനസ്സിലാവും. ഇപ്പോൾ നായിക അവരുടെ വീട്ടിലിരുന്ന് തന്റെ മകനെ നോക്കുന്നു. എടാ നിന്നെ എത്ര കഷ്ടപ്പെട്ടാണ് പരോളിൽ കൊണ്ടുവന്ന് നന്നാക്കണമെന്ന് വിചാരിക്കുന്നത്? എന്തിനാടാ നീ ഇങ്ങനെ നടക്കുന്നത്? എന്തിനാടാ നീ എനിക്ക് ജനിച്ചത്? നീ നന്നാവില്ലടാ എന്ന് ചോദിച്ച് അവരൊരു തോക്കെടുക്കാണ്. ആ തോക്ക് മകൻ അവരുടെ കയ്യിൽ നിന്ന് പിടിച്ചു വാങ്ങുന്നു. അങ്ങനെ അമ്മയും മകനും തമ്മിൽ പിടിവലിയാവുന്നു. ആ പിടിവലിയിൽ വികാസ് തന്റെ അമ്മയെ തന്നെ വല്ലാതെ മോശമായ ഒരു രീതിയിൽ നോക്കുകയാണ്. ഇത് ശ്രദ്ധിക്കുന്ന നായിക വല്ലാതെ തകർന്നു പോകുന്നു. മകനെ തള്ളി മാറ്റിയിട്ട് എന്തിനാടാ നീ എനിക്ക് ജനിച്ചത്? എത്ര തരം താണവനാടാ നീ? അയ്യോ ഇങ്ങനൊരു മോനാണല്ലോ എനിക്ക് പറഞ്ഞത്, ഞാൻ എന്താ ചെയ്യുക എന്ന് പറഞ്ഞ് അവർ പൊട്ടിക്കരയാണ്. ഇനി ഒരേ ഒരു വഴിയേ ഉള്ളൂ. എടാ വികാസ് നീയും ഇതിന് ശേഷം ജീവിക്കരുത്, ഞാനും ജീവിക്കുന്നില്ല എന്ന് പറഞ്ഞ് അവിടെയുള്ള ഒരു കുപ്പിയിലുള്ള കുറച്ച് വെള്ളം നായിക കുടിക്കാൻ തുടങ്ങുന്നു. ഇത് കുടിച്ചാൽ ഞാൻ മരിക്കുമല്ലോ, ഞാനിത് കുടിക്കാൻ പോവാണെന്ന് പറഞ്ഞ് അവരതെടുത്ത് കുടിക്കുന്നു. അപ്പോഴാണ് വികാസിനും താൻ എത്ര വലിയ മൃഗമായിട്ടാണ് ജീവിച്ചത് എന്ന് മനസ്സിലാവുന്നത്. അന്ന് രാത്രി മുഴുവൻ അവൻ ഇരുന്ന് പൊട്ടിക്കരയുന്നു. അടുത്ത ദിവസം രാവിലെ എഴുന്നേറ്റ് അമ്മയോട് മാപ്പ് ചോദിക്കാൻ നേരത്തെ മുകളിലേക്ക് പോകുമ്പോൾ നായിക വീണ്ടും അവിടെ ഇരുന്ന് കുടിക്കുകയാണ്. ഇത് കണ്ട് വികാസ്, അമ്മേ ദയവ് ചെയ്തൊന്നും ചെയ്യല്ലേ, ഇതിനുശേഷം ഞാൻ നന്നായിക്കോളാം അമ്മേ, നല്ലവനായി മാറും, അച്ചടക്കത്തോടെ ഇരുന്നോളാം എന്നൊക്കെ പറയുന്നു. അതൊന്നും എനിക്ക് വിശ്വസിക്കാൻ കഴിയില്ലടാ, നീ ഇങ്ങനെ തന്നെ ഇരിക്കും, നാളെ വേറെ ഏതെങ്കിലും പെൺകുട്ടിയോട് മോശമായി പെരുമാറിയാലും എനിക്ക് അത്ഭുതമില്ല എന്ന് അവനോട് പറയുന്നു. ഇങ്ങനെ ഇരിക്കെ വികാസ് ജയിലിലായിരുന്ന സമയത്ത് അവിടെ 2 ഗ്യാങ്ങുകൾ ഉണ്ടായിരുന്നു. ഒന്ന് വികാസിന്റെ ഗ്യാങ്, മറ്റൊന്ന് സൈക്കോ ഷാഹിലിന്റെ ഗ്യാങ്. രണ്ടുപേരും ഒരുപാട് തെറ്റായ കാര്യങ്ങൾ പുറം ലോകത്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, അതും ജയിലിലിരുന്നുകൊണ്ട് തന്നെ. അതിനുവേണ്ടി കൂടിയാണ് തന്റെ അമ്മ പരോളിൽ ഇറക്കിയ ഈ അവസരം വികാസ് ഉപയോഗിച്ചിരുന്നത്. പക്ഷേ ഇപ്പോൾ അമ്മ തന്നെ മദ്യപിച്ച് സങ്കടപ്പെട്ടിരിക്കുന്നത് കണ്ടപ്പോൾ വികാസ് പൂർണ്ണമായും മാറുന്നു. തന്നോടൊപ്പം നടക്കുന്ന കൂട്ടുകാരോടും പ്രത്യേകിച്ച് ആ പെൺകുട്ടിയോടും ഇതിനുശേഷം നമ്മൾ ഈ കുടിയൊക്കെ നിർത്തണം, മാന്യമായി ജീവിക്കണം എന്നവൻ പറയുന്നു. അവൻ തന്റെ അമ്മയെ നന്നായി നോക്കാൻ തുടങ്ങുന്നു. അങ്ങനെ ഒരു യാഥാർത്ഥ്യമായ ലോകത്തേക്ക് വികാസ് വരുമ്പോഴാണ് അവന് ചുറ്റും എന്താണ് നടക്കുന്നതെന്ന് അവന് തന്നെ മനസ്സിലാവുന്നത്. പ്രത്യേകിച്ച് പെൺകുട്ടികളോട് എങ്ങനെ പെരുമാറണം, അവരെ എങ്ങനെ ബഹുമാനിക്കണം എന്നൊക്കെ അവൻ അപ്പോഴാണ് പഠിക്കാൻ തുടങ്ങുന്നത്. ഒരു ദിവസം റോഡിൽ വെച്ച് വികാസിനെ ചിത്രയുടെ കൂട്ടുകാരി കാണുകയും അവനെ അടിക്കുകയും ചെയ്യുന്നു. അവരുടെ കയ്യിൽ നിന്നും അവൻ അടി വാങ്ങുന്നു. വികാസുമായ ഒരു പെൺകുട്ടി പരിചയത്തിലായിരുന്നല്ലോ, ആ കുട്ടിയും നന്നായി പഠിക്കുന്ന കുട്ടിയായിരുന്നു. ഇത്തരം ദുശീലങ്ങൾ കാരണമാണ് അവളും ഇങ്ങനെ മോശമായൊരു ജീവിതത്തിലേക്ക് പോയത്. ആ ശീലത്തിൽ നിന്നെല്ലാം എല്ലാവരും പുറത്തു വന്ന് അതെല്ലാം കത്തിച്ചു കളയുന്നു. വികാസ് ഇങ്ങനെ ഒരു നോർമൽ ലൈഫിലേക്ക് വന്നത് അമ്മയ്ക്കും വളരെ ഇഷ്ടപ്പെടുന്നു. കുറച്ചു കഴിഞ്ഞപ്പോൾ അമ്മയും കുടിയൊക്കെ നിർത്തി വികാസിനെ എന്തിനാണോ കൂട്ടിക്കൊണ്ടുവന്നത് അതിനായി പഠിപ്പിക്കാൻ തുടങ്ങുന്നു. വികാസിനായി അവർ ഒരുപാട് ക്ലാസ്സുകൾ എടുക്കുന്നു. അവനും വളരെ ശ്രദ്ധയോടെ പഠിക്കുന്നു. വികാസ് മാറിയത് സൈക്കോ ഷാഹിലിന് തീരെ ഇഷ്ടപ്പെടുന്നില്ല. പ്രധാനമായും സൈക്കോ ഷാഹിൽ തന്നെയാണ് ജയിലിലിരുന്ന്
പുറത്ത് പല നെറ്റ്വർക്കുകളും നിയന്ത്രിക്കുന്നത് എന്ന് പോലീസിനോട് വികാസ് പറഞ്ഞു കൊടുക്കുന്നു. അതുകൊണ്ട് അവൻ അറിയാവുന്ന നെറ്റ്വർക്കുകൾ മുഴുവൻ നശിപ്പിക്കണം എന്ന് ACP ചിന്തിക്കുന്നു. അദ്ദേഹം സൈക്കോ ഷാഹിലിനെ ചോദ്യം ചെയ്യാണ്. പക്ഷെ ആ സൈക്കോ ഷാഹിൽ ജയിലിൽ നിന്നും രക്ഷപ്പെടുന്നു. അവൻ വികാസിനെ വകവരുത്തണം എന്ന ഉദ്ദേശത്തോടെയാണ് വരുന്നത്. അതേസമയം വികാസിനെയാണ് കാണിക്കുന്നത്. അവനൊരു മലമുകളിലിരുന്ന് എന്തൊക്കെയോ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് വികാസിന്റെ ഒരു സുഹൃത്ത് അവിടേക്ക് വരുന്നത്. 8 വർഷം മുമ്പ് വികാസിനൊപ്പം ജയിലിൽ പോയവനാണ് അവൻ. എനിക്കിപ്പോഴാണ് പരോൾ കിട്ടിയത്. ഞാനും നിന്നെ പോലെ 3 മാസം പുറത്തു നിൽക്കാനാണ് വന്നത്. പക്ഷെ അങ്ങനെ വരുമ്പോഴാണ് നിന്റെ അമ്മ ചെയ്ത ഒരു ഭയങ്കരമായ കാര്യത്തെക്കുറിച്ച് ഞാൻ അറിഞ്ഞത്. നമ്മളിപ്പോൾ ഈ ശിക്ഷ അനുഭവിച്ച് നമ്മുടെ ജീവിതം തന്നെ നശിച്ച് ഇങ്ങനെ നടക്കാൻ കാരണം നിന്റെ അമ്മയാടാ എന്നവൻ വികാസിനോട് പറയുന്നു. എന്താണെന്ന് ചോദിച്ചപ്പോൾ കോടതിയിൽ ഒരു വീഡിയോ പ്ലേ ചെയ്തത് ഓർമ്മയുണ്ടോ? സത്യത്തിൽ ആ വീഡിയോ എടുത്തപ്പോൾ തന്നെ ആ ഫോണിൽ ആ വീഡിയോ ഞാൻ ഡിലീറ്റ് ചെയ്ത് ഒരു അഴുക്കുചാലിൽ എറിഞ്ഞിരുന്നു. പക്ഷെ അതിനുശേഷം നിന്റെ അമ്മയാണ് ആ ഫോൺ ആ അഴുക്കുചാലിൽ നിന്ന് എടുത്ത് പോലീസിന് തെളിവായി കൊടുത്തത്. ആ തെളിവ് വെച്ചാണ് നമ്മളെല്ലാവരെയും അറസ്റ്റ് ചെയ്ത് ജയിലിലാക്കിയത്. അതില്ലായിരുന്നെങ്കിൽ നമ്മൾ എളുപ്പത്തിൽ പുറത്തു വന്നേനെ, രക്ഷപ്പെട്ടേനെ എന്ന് ആ പയ്യൻ പറയുന്നു. ഇത് കേൾക്കുമ്പോൾ വികാസിനും അമ്മയോട് ദേഷ്യവും സങ്കടവും ഒരുമിച്ച് വരികയാണ്. അതേസമയം തന്നെ വികാസിനെ തിരഞ്ഞ് സൈക്കോ ഷാഹിൽ അവിടെ എത്തുന്നു. അവർ തമ്മിൽ വലിയൊരു ഫൈറ്റ് നടക്കുന്നു. അതിനൊടുവിൽ പോലീസ് വന്ന് വികാസിനെ രക്ഷിക്കുകയും സൈക്കോ ഷാഹിലിനെ വെടിവെച്ച് കൊല്ലുകയും ചെയ്യുന്നു. അതിനുശേഷം ആ കള്ളക്കടത്ത് ലിങ്കൊക്കെ കണ്ടുപിടിച്ച് ACPയും അതെല്ലാം നശിപ്പിക്കുന്നു. ഇപ്പോൾ വികാസ് തന്റെ അമ്മയോടുള്ള ദേഷ്യം കൊണ്ടും അമ്മയാണ് ആ തെളിവ് പുറത്തുവിട്ടത് എന്നതുകൊണ്ടും ഞാനെന്നിന്റെ അമ്മ പറയുന്ന പോലെ പഠിച്ച് വീണ്ടും ജയിലിലേക്ക് പോകുന്നത് എന്ന് പറഞ്ഞ് പോലീസിൽ കീഴടങ്ങുകയും പരോൾ കാലം കഴിഞ്ഞ് വീണ്ടും ജയിലിലേക്ക് പോകുന്നതായും കാണിക്കുന്നു. ഇവിടെ നായിക വിന്ധ്യ പൊട്ടിക്കരയാണ്. ഇത്രത്തോളം വന്നിട്ട് അവൻ നന്നായി പഠിച്ച് പരീക്ഷ എഴുതാതെ ജീവിതം മാറ്റാതെ വീണ്ടും ജയിലിലേക്ക് പോയല്ലോ എന്നോർത്ത് അവർ വിലപിക്കുന്നു. അപ്പോഴാണ് അവർക്കൊരു കാര്യം മനസ്സിലാവുന്നത്. ഞാൻ അവനെ ശരിയായി വളർത്തിയില്ല. അവനൊരു തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് ഞാനും കാരണമാണെന്ന് മനസ്സിലാക്കി അവർ നേരെ തുടക്കത്തിൽ കണ്ട ആ കോടതിയിലേക്ക് വരുന്നു. അങ്ങനെ സ്വന്തം പേരിൽ ഒരു കേസ് കൊടുത്ത് വികാസ് ഇങ്ങനെയൊക്കെ ചെയ്തതിന് ഞാൻ തന്നെയാണ് കാരണം എന്നവർ പറയുന്നു. ഈ കേസ് അന്വേഷിക്കുന്ന ജഡ്ജിയും ഇത് കേട്ട് സങ്കടപ്പെടുന്നു. എത്ര അച്ഛനമ്മമാർ വന്ന് സ്വന്തം മക്കൾ ചെയ്യുന്ന തെറ്റിന് ഞാനാണ് കാരണമെന്ന് പറയുന്നറിയില്ല, പക്ഷെ നിങ്ങൾ പറഞ്ഞത് വലിയ കാര്യമാണ് എന്ന് പറയുമ്പോൾ ആ കോടതിയിലുള്ള മറ്റു ചില മാതാപിതാക്കളും എഴുന്നേറ്റ് നിൽക്കുന്നു. എൻ്റെ മകൻ അവൻ്റെ ട്യൂഷൻ മാഷെ തല്ലി, അതിന് കാരണം ഞാനാണ്, ഞാൻ തെറ്റ് ചെയ്തു എന്നൊരാൾ പറയുന്നു. വേറൊരാൾ ഒരു കുട്ടി സ്നേഹിക്കാത്തതുകൊണ്ട് എൻ്റെ മകൻ ആ കുട്ടിയെ ഭീഷണിപ്പെടുത്തി, അതിനും ഞാനാണ് കാരണം, ഞാൻ എൻ്റെ മകനെ ശരിയായി വളർത്തിയില്ല എന്ന് പറയുന്നു. അങ്ങനെ ഓരോരുത്തരും ഓരോന്ന് പറയുന്നു. പക്ഷെ ജഡ്ജി പറയുന്നു, ഒരു ആൺകുട്ടിയോ പെൺകുട്ടിയോ നല്ല രീതിയിൽ വളരുന്നതിൽ അവരുടെ അച്ഛനമ്മമാർക്ക് തുല്യ പങ്കുണ്ട്. നിങ്ങൾ പറയുന്നതൊക്കെ എനിക്ക് സ്വീകരിക്കാൻ കഴിഞ്ഞാലും തെറ്റ് നിങ്ങളുടെ ഭാഗത്തുണ്ടെങ്കിലും അതിനെനിക്ക് ശിക്ഷ തരാൻ കഴിയില്ല. ഇവിടെ നോക്ക് വിന്ധ്യ, നിങ്ങളൊരു സ്റ്റെപ്പ് മുന്നോട്ട് വെച്ചല്ലോ. നിങ്ങളുടെ മകനെ നന്നാക്കണമെന്ന്, അവൻ ചെയ്ത തെറ്റ് അവൻ മനസ്സിലാക്കാൻ. അതിനുവേണ്ടി വേണമെങ്കിൽ വീണ്ടും ഒന്നുകൂടി ശ്രമിച്ചു നോക്കൂ, അതിലെന്തെങ്കിലും മാറ്റം ഉണ്ടായേക്കാം എന്ന് പറഞ്ഞ് ആ കേസ് തള്ളിക്കളയുന്നു. ഇപ്പോൾ മറ്റൊരു പരോളിൽ വികാസിനെ വീണ്ടും പുറത്തേക്ക് കൊണ്ടുവരുന്നു. പക്ഷേ വികാസിന് അതൊട്ടും ഇഷ്ടപ്പെടുന്നില്ല. അപ്പോഴാണ് അവൻ തൻ്റെ പൂർണ്ണമായ തെറ്റ് മനസ്സിലാക്കുന്നത്. എൻ്റെ അമ്മ നൽകിയ തെളിവ് കൊണ്ടാണ് ഞാൻ ജയിലിൽ പോയതെന്ന് ഞാൻ വിചാരിച്ചു. പക്ഷെ എല്ലാം ചിന്തിച്ച് നോക്കുമ്പോൾ എന്നെ പോലുള്ളവർ ജയിലിൽ സന്തോഷത്തോടെയാണ് കഴിയുന്നത്. അവിടെയും പോയി അവൻ നശിച്ചു തന്നെയാണ് പോകുന്നത്. ഞങ്ങളെ പോലുള്ളവർ ജീവനോടെ തന്നെ ഇരിക്കാൻ പാടില്ല സാർ. ആ തോക്കെടുത്ത് എന്നെ കൊന്നുകളയും സാർ. എൻ്റെ തെറ്റുകളൊക്കെ എനിക്ക് മനസ്സിലായി സാർ. എനിക്കിനി മറ്റൊരവസരം ഒന്നും വേണ്ട, ഒരവസരം മതി സാർ എന്ന് പറഞ്ഞ് അവൻ പൊട്ടിക്കരയുന്നു. ഇപ്പോൾ അവൻ തെറ്റ് മനസ്സിലാക്കിയത് കണ്ട് അവിടെ നിൽക്കുന്ന നായികയും കുറച്ചൊന്നും സന്തോഷിക്കുന്നുണ്ട്. ACPയും വന്നിട്ട്, ഇപ്പോൾ നീ നിന്റെ തെറ്റ് മനസ്സിലാക്കി, എന്നാൽ ഇവിടെ എത്രയോ പേര് ഇതൊന്നും മനസ്സിലാക്കാതെ നിന്നെ പോലെ ആയിരക്കണക്കിന് പേര് പുറത്ത് നടക്കുന്നുണ്ട്. നീ പഠിക്ക്, അതിലൂടെ എന്തെങ്കിലും മാറാം. ആ 1000 പേർക്ക് എന്താണ് തെറ്റ് എന്ന് മനസ്സിലാക്കി കൊടുത്ത് അതെല്ലാം മാറ്റി കാണിച്ചതാ എന്ന് അദ്ദേഹം പറയുന്നു. അതനുസരിച്ച് ഇപ്പോൾ വികാസും പൂർണ്ണമായും മാറി ഷേവ് ഒക്കെ ചെയ്ത് നന്നായി പഠിക്കുന്നു. അങ്ങനെ IIT പരീക്ഷ എഴുതാൻ ഡൽഹിയിലേക്ക് പോകണമെന്നുള്ളത് കൊണ്ട് അവിടെയുള്ള ഡിസ്ട്രിക്ട് കോടതിയിലെ ഉന്നത ഉദ്യോഗസ്ഥനായ മജിസ്ട്രേറ്റിനോട് അനുവാദം ചോദിക്കണം. അങ്ങനെ ആ ഉന്നത ഉദ്യോഗസ്ഥനെ വികാസ് കാണാൻ ചെല്ലുമ്പോൾ അവിടെ ആരാണ് ഇരിക്കുന്നതെന്ന് അറിയാമോ? സാക്ഷാൽ ചിത്രയാണ്. ചിത്രയെ കണ്ടയുടൻ വികാസ് പൊട്ടിക്കരയാണ്. മാപ്പ് ചോദിക്കുന്നു. എന്നാൽ അതൊന്നും ഗവനിക്കാതെ എന്താണ് വേണ്ടത് എന്ന് ചിത്ര ചോദിക്കുന്നു. അപ്പോൾ അവൻ ഫയൽ നൽകുന്നു. അടുത്ത് വന്ന് ചിത്രയുടെ അസിസ്റ്റന്റ് പറയുന്നുണ്ട്, 7 വർഷം മുമ്പ് നടന്ന ഒരു കേസിൽ ഒരു കുട്ടിയുടെ ജീവിതം നശിപ്പിച്ചവൻ ഇവനാണ്. ചിത്രയ്ക്കും കാര്യം മനസ്സിലാവുന്നു. അവര് വികാസിനെ നോക്കുകയാണ്. നിനക്ക് എന്നോട് എത്ര വലിയ ദ്രോഹം വേണമെങ്കിലും ചെയ്യാം, അത് നീ അറിഞ്ഞുകൊണ്ട് തന്നെ ആകാൻ ചെയ്തത്. പക്ഷെ ഞാൻ നിന്നെ പോലെയല്ല. നിനക്ക് മറ്റൊരു അവസരം ഞാൻ നൽകുന്നു, മറ്റൊരു ജീവിതം തരുന്നു എന്ന് തീരുമാനിച്ചിട്ട് നീ IIT പരീക്ഷ എഴുതാൻ പോകുന്നു എന്നാണല്ലോ പറയുന്നത്. അതിൽ നിന്നും ഞാൻ 3 ചോദ്യങ്ങൾ ചോദിക്കാം. ഉത്തരം പറഞ്ഞാൽ നിനക്ക് അപ്രൂവൽ തരാം എന്ന് പറഞ്ഞ് അവർ 3 ചോദ്യങ്ങൾ ചോദിക്കുന്നു. വികാസം കരഞ്ഞുകൊണ്ട് കുറ്റബോധത്തോടെ അതിന് ഉത്തരം പറയുന്നു. ഇപ്പോൾ അപ്രൂവൽ എന്നുള്ള ഒരു സീൽ വെച്ച് വികാസിന് കൊടുക്കുന്നു. അതായത് സാക്ഷാൽ ദൈവം തന്നെ വന്ന് തന്നോട് ക്ഷമിച്ച് മറ്റൊരു അവസരം തന്നതുപോലെയാണ് അവൻ അപ്പോൾ തോന്നിയത്. ചിത്രയെ തൊഴുതുകൊണ്ട് അത് ഏറ്റുവാങ്ങി അവൻ പുറത്തു വരുന്നു. അവിടെ പുറത്ത് കാത്തു നിൽക്കുന്ന തന്റെ അമ്മയുടെ കാലിൽ വീണ് അവൻ കരയാണ്. ആ അപ്രൂവൽ കിട്ടിയ കാര്യവും അവൻ അവിടെ കാണിക്കുന്നു. വികാസ് ഇനിയും പ്രതി തന്നെയാണ്. പരോളിൽ വന്നിട്ട് പരീക്ഷ എഴുതാനായി അവൻ ഡൽഹിയിലേക്ക് പോകുന്നു. വീണ്ടും അവൻ ജയിലിലേക്ക് തന്നെ മടങ്ങി വരണം. ഇങ്ങനെ വികാസ് താനോട് ഇത്രയും വലിയൊരു ക്രൂരത ചെയ്തിട്ട് പോലും അതെല്ലാം ക്ഷമിച്ച് അവനൊരു ജീവിതം നൽകിയ ഒരു മനസ്സുണ്ടല്ലോ, അവരാണ് ഈ ചിത്ര. അങ്ങനെ അവരിൽ ഈ കഥ അവസാനിക്കുന്നു. സോ എങ്ങനെയുണ്ടായിരുന്നു സിനിമ? ഇഷ്ടപ്പെട്ടോ?
സിനിമയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണേ. അതുപോലെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ഒരു ലൈക്ക് കൂടി തരാൻ മറക്കല്ലേ. സോ ഇനി അടുത്തൊരു വീഡിയോയിൽ കാണുന്നതുവരെ ബൈ.